കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി കെ ടി വിജിലിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ DNA പരിശോധനയ്ക്കുള്ള നടപടികൾ തിങ്കളാഴ്ച തുടങ്ങും. പരിശോധനയ്ക്കുള്ള എല്ല് തിങ്കളാഴ്ച ഫോറൻസിക് പോലീസിന് കൈമാറും. കസ്റ്റഡി കാലാവധി പൂർത്തീകരിച്ച 3 പ്രതികളെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഇനിയിപ്പോൾ കൂടുതൽ മൊഴിയെടുപ്പ് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള തെളിവെടുപ്പുകളൊക്കെ പൂർത്തിയായി എന്നത് തന്നെ വിശ്വസിക്കുന്നു. ഇനിയും അത്തരത്തിലുള്ള നടപടികളുണ്ടോ? അതോടൊപ്പം തന്നെ നിലവിലെ തെളിവെടുപ്പ് നടത്തിയതിൽ നിന്നും ലഭിച്ച ചില സുപ്രധാന കാര്യങ്ങളാണ് ഈ ഒരു കെ ടി വിജിലിൻ്റേതെന്ന് കരുതുന്ന ഈ എല്ലും അതോടൊപ്പം തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളും അതിൻ്റെ നടപടികളും ഒക്കെ തിങ്കളാഴ്ചയോടെ തുടങ്ങുമല്ലേ? കാളിദാസ്, 6.5 വർഷം നീണ്ട തിരോധാന കേസ് അന്വേഷണം അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നതാണ് പറയാനുള്ളത്. എലത്തൂർ പോലീസിൻ്റെ മുൻപിലേക്ക് വന്ന ഒരു പരാതി, അതായത് വെസ്റ്റ് ഹിൽ സ്വദേശിയായ കെ ടി വിജിൽ എന്ന് പറയുന്ന യുവാവിനെ കാണാനില്ലെന്ന് ഈ വിജിലിൻ്റെ രക്ഷിതാവ് നേരെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുന്നു 6.5 വർഷം മുൻപ്. അങ്ങനെ നടത്തിയൊരു അന്വേഷണം, തിരോധാന കേസിൽ ഏറെ നാൾ തുമ്പില്ലാതെ കിടന്ന ഒരു കേസ്, അത് പിന്നീട് പുനരന്വേഷിക്കാൻ ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി വന്ന നാരായണദാസ് തീരുമാനിക്കുന്നു. അങ്ങനെ പുതുതായി അവിടെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്ത KR രഞ്ജിത്ത് എന്ന് പറയുന്ന ഏറ്റവും കെൽപ്പുള്ള ഒരു ഉദ്യോഗസ്ഥൻ, കേരള പോലീസിലെ തന്നെ ഏറ്റവും കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതത് അന്വേഷിച്ച കേസുകളെല്ലാം തന്നെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ ഇതിൻ്റെ ചാർജ് ഏൽപ്പിക്കുമ്പോൾ പറയുന്നത് ഒരു കൊലപാതക സാധ്യതയുണ്ടോ എന്നൊരു സംശയം കൂടി നൽകിക്കൊണ്ടാണ് ഈ ഒരു കേസിൻ്റെ അന്വേഷണ ചുമതല സിറ്റി പോലീസ് കമ്മീഷണറായി വന്ന നാരായണദാസ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ തുടങ്ങിയ അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നത് വരെ എത്തിയത്. പിന്നീട് ഈ വിജിലിൻ്റെ സുഹൃത്തുക്കളെ നേരത്തെ തന്നെ ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത വിജിലിൻ്റെ സുഹൃത്തുക്കളെ വീണ്ടും ഈ KR രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ ഒരു വലിയൊരു കുഴിച്ചുമൂടലിൻ്റെ ചുരുൾ അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ്. അതായത് അമിത അളവിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ കെ ടി വിജിൽ, അന്ന് ഈ വിജിലിനൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാനുണ്ടായിരുന്ന 3 സുഹൃത്തുക്കൾ ഇവരെ ചോദ്യം ചെയ്യുന്നു. അതിൽ തന്നെ ഒരാൾ ഒളിവിൽ പോകുന്നു. 2ാം പ്രതിയായ A രഞ്ജിത്ത് പൂവാട്ടുപറമ്പ് സ്വദേശി ഒളിവിൽ പോകുന്നു. എന്നാൽ 1ാം പ്രതി നിഖിലിനെയും 3ാം പ്രതിയായിട്ടുള്ള ദീപേഷിനെയും പോലീസിൻ്റെ കയ്യിൽ കിട്ടുകയും ഇവരെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ ചുരുളഴിയുന്നത്. അന്ന് അബോധാവസ്ഥയിലായ ഈ വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ ഉപേക്ഷിച്ച് ലഹരിയിലായ 3 സുഹൃത്തുക്കൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. 2ാം ദിവസം ബോധോദയം വരുമ്പോഴാണ് ഈ വിജിൽ തങ്ങൾക്കൊപ്പമില്ല എന്ന് മനസ്സിലാക്കുകയും 2 ദിവസം കഴിഞ്ഞ് ഇതേ സ്പോട്ടിലേക്ക് പോകുന്ന സമയത്ത് വിജിൽ അബോധാവസ്ഥയിലാണ്, വിജിലിന് ജീവനില്ല എന്ന് വിലയിരുത്തിയതിനു ശേഷം ഇവർ ആ ചതുപ്പിൽ കല്ല് കെട്ടി താഴ്ത്തുകയാണ് വിജിലിൻ്റെ ഒരു ശരീരം. അങ്ങനെ നടത്തിയ ഒരു സംഭവമാണ് 6 വർഷങ്ങൾക്ക് ശേഷം തെളിയുകയും ഇവർ പ്രതികൾ അത് മൊഴി നൽകുകയും അങ്ങനെ ദിവസങ്ങൾ നീണ്ട, ഏകദേശം 8 ദിവസത്തോളം നീണ്ട ഒരു പരിശോധനയായിരുന്നു. അവിടെ ഈ ചതുപ്പിലേക്ക് റോഡൊക്കെ, പ്രത്യേകിച്ച് മണ്ണ് കൊണ്ടിട്ട് റോഡൊക്കെ തയ്യാറാക്കി പൊക്ലൈനർ പോലുള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിരന്തരമായി തെരച്ചിൽ നടത്തി. മുങ്ങൽ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ആ ചതുപ്പിലെ ചെളിയിൽ മുങ്ങിക്കൊണ്ട് ഏകദേശം 53 അസ്ഥികൾ കണ്ടെത്തി. ആ അസ്ഥികളുടെ DNA പരിശോധന ഏറെ നിർണായകമാണ്. കാരണം ഈ മൃതദേഹ അവശിഷ്ടം അത് വിജിലിൻ്റെതാണോ അല്ലയോ എന്നൊക്കെ ശാസ്ത്രീയമായി തെളിയേണ്ടതുണ്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലിൻ്റേത് എന്ന് തന്നെ സംശയിക്കുന്ന ഷൂസ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ 53 അസ്ഥികൾ ലഭിച്ചത്, മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്, അത് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇത് വിജിലിൻ്റെതാണ് എന്ന് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി അനിവാര്യമാണ്. മൊഴി മതിയെങ്കിൽ കൂടിയും കുറച്ചുകൂടി കേസ് നിലനിൽക്കണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ അനിവാര്യമാണ്. അതിനായി DNA പരിശോധന നടക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ എല്ല് ഫോറൻസിക് വിഭാഗം ഈ തിങ്കളാഴ്ച പോലീസിന് കൈമാറും. അങ്ങനെ ആ കൈമാറുന്ന എല്ല് ഉപയോഗിച്ച് നേരെ കണ്ണൂരിലുള്ള ലബോറട്ടറിയിൽ കൊണ്ടുപോയി DNA പരിശോധന നടത്തും. കൂടാതെ വിജിലിൻ്റെ ബന്ധുക്കളുടെ, അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ സാമ്പിളുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. ആദ്യം എല്ല് കൈമാറിയതിനു ശേഷമായിരിക്കും ഈ സാമ്പിളുകൾ ശേഖരിക്കുക. അതിനുശേഷം ഈ DNA നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ സംഭവം നടന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ ഈ നരഹത്യാ കേസ്, അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിലേക്കായിരിക്കും വരിക. അങ്ങനെ വരികയാണെങ്കിൽ ആ കേസ് നടക്കാവ് പോലീസിന് കൈമാറുന്ന ഒരു പ്രക്രിയയിലേക്കാവും ഏറ്റവും ഒടുവിൽ എലത്തൂർ പോലീസ് പോവുക. കാളിദാസ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. തിങ്കളാഴ്ചയോടെ കണ്ടെത്തിയ എല്ലുകൾ, വിജിലിൻ്റേതെന്ന് കരുതുന്ന എല്ലുകൾ പരിശോധനയ്ക്കായി അയക്കും. അത് വിജിലിൻ്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ആ ഒരു തിരോധാന കേസ്, എത്രയോ വർഷങ്ങളായി തിരോധാനം
തിരോധാന കേസായി തുടർന്നിരുന്നത് ഇപ്പോൾ കൂടുതൽ തെളിവിലേക്ക് എത്തിയത് എന്നുള്ളത് ഏറ്റവും അടുത്ത് നടന്ന ചില സംഭവ വികാസങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രതിയടക്കം ഒളിവിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിയെ അടക്കം കണ്ടെത്തി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നടപടികളെ സംബന്ധിച്ചും കൂടുതൽ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.